വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പും ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞും കൂടുതലായി പറഞ്ഞു കേട്ടിരുന്നത് ഇന്ത്യയും റഷ്യയുമായി സംയുക്തമായി ആയുധം നിർമ്മിക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് അതിന് മുൻപ് തന്നെ അത്തരം കരാറുകൾ ഇന്ത്യൻ കമ്പനികൾ നേടിയെടുത്തിരുന്നു, അതിന്റെ ചർച്ചകൾ പലവട്ടം നടന്നു എന്നാണ് പറയുന്നത്. 2022 ശേഷം അദാനി ഡിഫൻസും ഭാരത് ഫോർജ് തുടങ്ങിയ കമ്പനികൾ, അതായത് ഇന്ത്യയിലുള്ള മുൻനിര ആയുധ കമ്പനികൾ റഷ്യയിലെത്തുകയും അവിടെയുള്ള ആയുധ കമ്പനികളുമായി ചർച്ച നടത്തുകയും എഗ്രിമെന്റിൽ എത്തുകയും അങ്ങനെ അവരുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭ ജോലികൾ അവർ തുടങ്ങി വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയമോ അല്ലെങ്കിൽ ഫോറിൻ മിനിസ്ട്രിയോ ഒന്നും ഇത്തരത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. അദാനി ഗ്രൂപ്പ് പറയുന്നത് തങ്ങൾ അങ്ങനെ ഒഫീഷ്യലായിട്ട് അവിടെ പോവുകയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ല, എന്നാൽ മറ്റാരെങ്കിലും ചർച്ച നടത്തിയോ എന്ന് തങ്ങൾക്ക് അറിയുകയുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ റോയിട്ടേഴ്സ് പറയുന്നത് തങ്ങൾ നൽകിയ വാർത്തയിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നും ഈ വാർത്ത ശരിയാണെന്നും ഇവർ 2022 ശേഷം പലവട്ടം റഷ്യയിലെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യയും റഷ്യയും ഔദ്യോഗികമായി ഇത്തരം കൂടിക്കാഴ്ചകളോ കരാറിനെ കുറിച്ചോ സംസാരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് ആരും അറിയാതെ നടത്തിയ ഒരു നീക്കം, ആ നീക്കത്തിലൂടെ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ 2022 മുതലേ തുടങ്ങി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ കുറച്ചെങ്കിലുമൊക്കെ ആയുധങ്ങൾ ഇപ്പോൾ പണിപ്പുരയിൽ ആയിരിക്കാം, ഇല്ലെങ്കിൽ പണി കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുമുണ്ടാകാം. ന്യൂസ് ഡെസ്ക്.